പ്രധാനം. ഞങ്ങൾ അവതരിപ്പിക്കുന്നു മുത്തുകളേക്കാൾ വിലയേറിയ ജ്ഞാനം. ചേട്ടന്മാരെ, ഞാനും കുറച്ചു നേരം അതിൽ ഞോണ്ടി കളിച്ചോട്ടെ. ഞോണ്ടി കളിയോ? ഒന്ന് പോടേ, പോയി തരത്തിന് കളി. ചേട്ടന്മാരെ, ബോറടിക്കുന്നു. അല്ലെങ്കിൽ വന്ന് എന്നോടൊപ്പം ഗോലി കളിക്ക്. എടാ കൊച്ചന്, വീട്ടിൽ പോയി ടിവിയില് ഡോറയും ടോമാൻ ചെറിയൊക്കെ നീ കണ്ട് രസിക്കും. അവന്റെ ഒരു ഗോലി കളി. മോനെ, എന്തിനാ ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്നത്? എന്നെ ആരും കളിക്കാൻ കൂട്ടുന്നില്ല. അത്രേ ഉള്ളൂ. എന്നെ കളിപ്പിക്കോ? ചേട്ടന് ഗോലി കളിക്കാൻ അറിയോ? സന്തോഷമായില്ലേ? ഇനി ഞാൻ പോട്ടെ. ചേട്ടാ, നാളെയും വരണേ, നമുക്ക് കളിക്കാം. ആ ചേട്ടന്മാരോട് കൂടെ ഉണ്ടോ? ഇല്ലടാ, അങ്ങനെ കൂട്ടുകൂടിയതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചാണ് ഞാൻ. കള്ളം കള്ളം, ചേട്ടൻ നല്ല ചേട്ടനാ. നീ ആള് കൊള്ളാമല്ലോ. വാ, ഞാൻ എന്റെ കഥ നിന്നോട് പറയാം. മടിയ മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചൊല്ലുക. ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക. മോനെ, നീ വാക്യം പറഞ്ഞില്ലല്ലോ. ഉറുമ്പിന്റെ അടുത്ത് ചെന്നാ അത് കാണിക്കും. എനിക്ക് പേടിയാ. ബൈബിൾ വാക്യം പഠിക്കുമ്പോഴാണോ കളിക്കുന്നത്? തെറ്റിക്കാതെ ശ്രദ്ധിച്ചു പറയേ. ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക. അതിന്റെ വഴികളെ നോക്കി അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. ബുദ്ധി പഠിക്കുക. ഇനി രണ്ടാളും കാണാതെ പറഞ്ഞേ. ഇനി രണ്ടാളും കാണാതെ പറഞ്ഞേ. അയ്യോ, സൂപ്പർ. മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക. അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടാ. ഏതാണ് ആ ഉറുമ്പിന്റെ കാര്യം? അങ്ങനെ പപ്പയോടും അമ്മയോടും കുഞ്ഞനിയത്തിയോടും ഒപ്പം സ്നേഹിച്ചും കളിച്ചും വളർന്ന ഞാൻ കൂട്ടുകാരുമായി ഇവിടെ വരുമായിരുന്നു. വൈകുന്നേരങ്ങളിൽ ആ പെട്ടിക്കടയുടെ അടുത്ത് ഞങ്ങൾ ഒത്തിരി നേരം ചെലവിട്ടിരുന്നു. അന്നത്തെ പക്വതയില്ലായ്മയാൽ ഒരു രസത്തിന് ചെയ്തു പോയ ഒരു തെറ്റ് അതെൻ്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞു. ഇന്നൊരു മോളില്ല, ഒരു സിനിമയ്ക്ക് പോയാലോ? അളിയ, എന്റെ പോക്കറ്റ് കാലിയ. നോ മണി, നോ ക്യാഷ്, നോ സിനിമ. അയ്യോ, ഞാനില്ല. വീട്ടിലറിഞ്ഞാൽ കൊല്ലും. ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുന്നത് പോലും അമ്മയ്ക്കും പപ്പയ്ക്കും ഇഷ്ടമല്ല. ഓ,
നീ ഇപ്പോൾ കൈക്കുഞ്ഞാണല്ലോ. ആരാരോ ആരിരാരോ അമ്മയുടെ മോൻ ആരാരോ ആരാരോ ആരിരാരോ അമ്മയുടെ മോൻ ആരാരോ. നിങ്ങൾ എന്തു പറഞ്ഞാലും സിനിമയ്ക്ക് ഞാനില്ല. അപ്പൊ സിനിമ ക്യാൻസൽ. ഐഡിയ അതെ, അങ്ങോട്ട് നോക്ക്. ഡേയ് കാര്യം പറ, അവിടെ ഞാനൊന്നും കാണുന്നില്ലല്ലോ. ഡേയ് ആ പെട്ടി നോക്ക്. ഓ ആ ലെറ്റർ ബോക്സ് ആണോ? നമുക്കുള്ള കത്താണെങ്കിൽ പോസ്റ്റ്മാൻ കുമാരപിള്ള സാറ് വീട്ടിലെത്തിക്കും. ഇതിങ്ങനെ ചമച്ചവനെ നമിക്കണം. തല്ലി പൊട്ടിക്കേ വഴിയുള്ളൂ. വേണ്ട, അതൊക്കെ പ്രശ്നമാണ്. വേണ്ടെങ്കിൽ വേണ്ട, തല്ലി പൊട്ടിക്കണ്ട. ഇതിനകത്തുള്ള കത്തുകളെല്ലാം നമുക്ക് ഇതിനകത്തിട്ട് കത്തിക്കാം. എടാ പിള്ളേരെ, നിനക്കൊക്കെ കേൾപ്പോലും കേൾക്കാറുമില്ലേ? എപ്പോ നോക്കിയാലും ഈ കവലയിൽ ചുറ്റി നടക്കലാണല്ലോ പണി. ഓടാപ്പോ, നിന്റെയൊക്കെ മാതാപിതാക്കളെ കാണട്ടെ. പോസ്റ്റ്മാൻ കുമാരപിള്ള സാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എത്രയോ പേരുടെ ഇന്റർവ്യൂ കാർഡുകൾ തിന്ന പെട്ടി. നമോ ആകം. അകലങ്ങളിലേക്ക് പറക്കാനുള്ള നാട്ടുവിശേഷങ്ങളെ ചാരമായി മാറിയ നിങ്ങൾക്ക് നമോ ആകം. പൊതുമുതൽ നശിപ്പിച്ചിട്ട് അവന്റെയൊക്കെ ആഘോഷം കേരള ജീപ്പിൽ. ബാക്കി നിർത്തച്ചുകളൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ടാവാം. മക്കള് വാ. ആ ഏതാണ്? ആ ഉറുമ്പിന്റെ കാര്യം. ഓ ആ ലെറ്റർ ബോക്സ് ആണോ? നമുക്കുള്ള കത്താണെങ്കിൽ അഞ്ചു വർഷത്തെ ജയിൽ ശിക്ഷയാണ് കോടതി ഞങ്ങൾക്ക് വിധിച്ചത്. നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ കുറ്റവാളികളായി. വീട്ടുകാർക്ക് തീരാ നൊമ്പരമായി. ജീവിതത്തിൽ എവിടെയൊക്കെയോ എത്താമായിരുന്നു. പക്ഷെ ഒരു നിമിഷത്തെ ബുദ്ധിശൂന്യത, വിവേകമില്ലാത്ത പ്രവൃത്തി, വീട്ടുകാരുടെ പ്രാർത്ഥനകളും പ്രയത്നവും കാരണം 1 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങാനായി. അന്ന് ഞാൻ ഉറപ്പിച്ചതാണ് എന്ത് ചെയ്യുന്നതിന് മുമ്പും 2 വട്ടം ആലോചിക്കുമെന്ന്. ചേട്ടനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നിന്റെ പ്രായമുള്ള കുട്ടികൾ BBSന്റെ പാട്ടുകളും കഥകളുമായി ഞങ്ങളെ കാണാൻ ജയിലിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പാട്ടുകളും കഥകളും എല്ലാം ജ്ഞാനത്തെക്കുറിച്ചുള്ളതായിരുന്നു.